പരാതി ഒത്തുതീർപ്പിലേക്ക് നേരത്തെ ഒരു പരാതിയായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ആരോപണമടക്കം ഒത്തുതീർപ്പിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. KB ഗണേഷ് കുമാർ ഇന്നലെ രാത്രി ഭാര്യയെ ഫോണിൽ വിളിക്കുന്നു, ക്ഷമാപണം നടത്തുന്നു. അതോടുകൂടെ പരാതിയുമായി മുന്നോട്ട് പോകാനില്ല എന്നുകൂടി അവർ തീരുമാനിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഏറെ കോളിളക്കമുണ്ടാക്കിയ ഒരു രാഷ്ട്രീയ വിവാദത്തിന് ഇതോടെ അന്ത്യമാവുകയാണോ, കെട്ടടങ്ങുകയാണോ തുടങ്ങിയ കാര്യങ്ങളാണ് നോക്കുന്നത്. സെയ്ഫ് സൈനുലാബ്ദീൻ തുടരുന്നുണ്ട്. സെയ്ഫ്, ഇതൊരു വ്യക്തിപരമായ കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കെ മുരളീധരൻ സംസാരിക്കുന്നത്. പക്ഷേ പരാതി ഒന്നും ആകാത്ത സ്ഥിതിക്ക് നേരത്തെ പോലീസൊക്കെ എത്തിയപ്പോൾ പറഞ്ഞതുപോലെ ഒരു കുടുംബ പ്രശ്നം എന്ന രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ കെട്ടടങ്ങുകയാണോ നിലവിൽ? അതെ ജിൽസി, ഏറ്റവും അവസാനം ജിൽസി പറഞ്ഞ വാചകം കെട്ടടങ്ങുകയാണോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമായി ഞാൻ പറയും കെട്ടടങ്ങുകയാണ് എന്ന്. കാരണം അത് ഏതാണ്ട് സെറ്റിൽഡ് ആയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഒത്തുതീർപ്പിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അത് ബിന്ദുവിനോട് സംസാരിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് അവരുടെ ഒരു പ്രതികരണം. അവർ പറയുന്നത് ഇന്നലത്തെ ഇമോഷണൽ ഔട്ട് ബ്രേക്കിൽ ഉണ്ടായിപ്പോയതാണ്. 112-ൽ വിളിക്കുന്ന ഒരു കാര്യം ചോദിച്ചപ്പോൾ മന്ത്രി തൊട്ട് പിന്നാലെ സംസാരിച്ചത് വട്ടുള്ളവർക്ക് ഏത് നമ്പറിൽ വേണമെങ്കിലും വിളിക്കാം, 112-ലും വിളിക്കാം എന്നുള്ള ആ വാചകം, ആ ഒരൊറ്റ വാചകം കൊണ്ടാണ് തനിക്ക് ഇമോഷണൽ ഔട്ട് ബ്രേക്ക് ഉണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ അങ്ങനെ സംസാരിക്കേണ്ടി വന്നത്. പിന്നീട് താൻ ഒരു ഫോൺ കോളും എടുത്തിട്ടില്ല. എങ്കിലും ഞാനൊരു സോറി അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നു. രാത്രി വൈകി അദ്ദേഹം തൻ്റെ ഫോണിലേക്ക് നിരന്തരം വിളിച്ചു, താൻ ഫോൺ എടുത്തില്ല. അതിനുശേഷം തൻ്റെ സഹോദരിയുടെ ഫോണിൽ വിളിച്ച് അദ്ദേഹം ക്ഷമാപണം നടത്തി. ഇന്നലെ താൻ പറഞ്ഞത് തെറ്റായിപ്പോയി, ബിന്ദുവിനോട് പറഞ്ഞത് തെറ്റായിപ്പോയി, അല്ലെങ്കിൽ ബിന്ദുവിനെക്കുറിച്ച് പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി പരാതിയുമായോ മറ്റെന്തെങ്കിലും നിയമ നടപടിയുമായോ മുന്നോട്ട് പോകാൻ താൻ ആഗ്രഹിക്കുന്നില്ല. ഈ സംസാരത്തിനിടയിൽ ഒരുപാട് തവണ അവർ എൻ്റെ ഭർത്താവ് ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചതാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ അവർ സൂചിപ്പിക്കുന്നുണ്ട്. എൻ്റെ ഭർത്താവ് എന്നോട് സോറി പറഞ്ഞതുകൊണ്ട് ഞാനത് അംഗീകരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ ബിന്ദു പറയുന്നത്. അതായത് ഇത് സെറ്റിൽഡ് ആയിട്ടുണ്ട്, ഇപ്പോൾ ഈ വിഷയം സെറ്റിൽഡ് ആയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. വലിയൊരു രാഷ്ട്രീയ പ്രശ്നത്തിനിടയിലാണ് ഗണേഷ് കുമാർ നിന്നതെങ്കിൽ ഭാര്യ പരാതി നൽകുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന നിലപാട് പോലീസിനുള്ള പശ്ചാത്തലത്തിൽ ഇനി ഏതെങ്കിലും തരത്തിൽ അത് കുടുംബ പ്രശ്നമായി തന്നെ അവസാനിക്കാൻ ഉള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. പോലീസുമായി നമ്മൾ ഇന്നലെ ബന്ധപ്പെട്ടപ്പോഴും പറഞ്ഞിരുന്നത് ഇത് കുടുംബ പ്രശ്നമാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ആ വിഷയത്തിൽ ഇടപെടാതിരുന്നത് എന്ന് പറയുകയും ചെയ്തിരുന്നു, പോലീസ് പറയുകയും ചെയ്തിരുന്നു. എന്തായാലും ഒരു 24 മണിക്കൂറത്തെ പൊളിറ്റിക്കൽ ഉദ്വേഗം അത് അവിടെ അവസാനിക്കുകയാണ്. ഇനി ഗണേഷ് കുമാറിന് ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു ഭയപ്പെടേണ്ട കാര്യമില്ല. പ്രതിപക്ഷം പക്ഷേ ഇത് വിട്ടുകളയാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല. കാരണം ഈ കഴിഞ്ഞ ഏതാണ്ട് ഒരു 8 മാസക്കാലമായിട്ട് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയം എടുത്തു വെച്ച് കത്തിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരുന്നു. അത് 3 പരാതികൾ പോലീസിന് മുന്നിലേക്ക്, പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് വരുമ്പോഴാണ് ആ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട അത് ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല, അത് വേറൊരു സത്യം. അങ്ങനെ ആ സംഭവം ഉണ്ടാകുന്നത് സ്വാഭാവികമായിട്ടും കോൺഗ്രസിനുള്ളിൽ ഒരാൾക്കെതിരെ ഉന്നയിച്ച ആരോപണം തിരിച്ച് മന്ത്രിസഭയിൽ ഒരാൾക്കെതിരെ അത് ഉപയോഗിക്കാൻ കിട്ടുന്ന ഒരു ആയുധം അത് പ്രതിപക്ഷം സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ രംഗത്ത് ഉപയോഗിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. പക്ഷേ ഗണേഷ് കുമാറിനെ സംബന്ധിച്ച തുടരുക, കാര്യങ്ങളൊക്കെ പറഞ്ഞ് കോംപ്രമൈസ് ആക്കിയിട്ടുണ്ട്. അതൊരു കുടുംബ പ്രശ്നം എന്ന രീതിയിൽ അവസാനിപ്പിക്കാൻ മന്ത്രി KB ഗണേഷ് കുമാറിനായി എന്നുള്ളത് വലിയ നേട്ടമാണ്. കാരണം വലിയ തരത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദങ്ങളെ അദ്ദേഹം അതിജീവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഭാര്യ പരാതി നൽകാനില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് വലിയ ആശ്വാസമാണ്.